രഞ്ജിത്ത് ചോദിച്ച പോലെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ കൊടുക്കാഞ്ഞാലേ ആളുകൾക്ക് ഒരു ഇത് വരില്ല, നമ്മളൊരു കടമ്പെടുത്തുള്ള ആളാണെന്നൊക്കെ തോന്നിപ്പോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഓഫർ ലോങ്ങിൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഒരു 10 അടി ഹൈറ്റ് എന്തായാലും ഉണ്ട്. ഈ 10 അടിയുള്ള ഇത്രയും ഉള്ള ഹൈറ്റുള്ള ഈ വെറൈറ്റി സാധനങ്ങൾ നമുക്കൊരു 7000 രൂപ കൊടുക്കാം പൂവോടെ കൂടെ. ഇത് ശരിക്കും കഴിഞ്ഞ വർഷം കൊടുത്തിന് 15000 രൂപ കൊടുത്തിന് സാധനമാണ്. നേർ പകുതിയിലേക്ക് നേർപകുതി 7000 രൂപ ഇത്രയും വലുത്. നേർ പകുതി ആകുമ്പോൾ 7500 വരുമല്ലോ. ഇത് ഏകദേശം ഒരു 6 വർഷം 7 വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഇതാണ് കുറച്ചൊരു വില വരുന്ന സാധനം. എന്നിരുന്നാലും നമുക്ക് ഇതൊരു 7500 ഇത് കൊടുക്കാം. ഇത് ഗ്രീൻ ക്രിസ്റ്റൽ നല്ല, ഇത് പച്ച പഴുത്ത് കളർ മാറൂല, പച്ചയിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതാണ് മെഡൂസ പൈനാപ്പിൾ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായി. അന്നൊക്കെ വലിയൊരു സംഭവമായിരുന്നു. എന്തായാലും ഇതൊരു സംഭവമാണ്, ഒരു ഓർണമെൻ്റലായിട്ട് വളർത്താം. അതേപോലെ ഇത് ഓരോന്നും ചെറിയ ചെറിയ കുഞ്ഞി പൈനാപ്പിളാവും. ചില ആൾക്കാർ പറയുന്നത് ഒന്നിനും പറ്റില്ല, പക്ഷേ ശരിക്കും ഇത് ഓരോന്നും എടുത്തിട്ടും ജ്യൂസ് അടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയൊരു പൈനാപ്പിൾ കിടക്കണം. അതിൻ്റെ മുകളിൽ ഈ മുള്ള് വരുന്ന സ്ഥാനത്താണ്, നമ്മൾ ചെത്തിക്കള മുള്ള് വരുന്ന സ്ഥാനത്താണ് ഇത് വരുന്നത്. എന്തായാലും ഇത് വളർത്തൊക്കെ ചെയ്യാം. ഇത് വലിയൊരു സംഭവമാക്കി എടുക്കണ്ട. ആ ഒരു സംഭവമാക്കി എടുക്കാത്ത വിലക്കാൻ ഞാൻ ഇത് കൊടുക്കണുള്ളൂ. ഞാൻ 100 രൂപ ആയിട്ടാണ് തൈകൾ, നല്ല തൈകൾ കൊടുക്കണം. നല്ല തൈകൾ അടുത്ത വർഷത്തേക്ക് അയക്കണം, നല്ല തൈകൾ കൊടുക്കണം. 100 രൂപ. ഇത് നമ്മളെ മുള്ളില്ല പൈനാപ്പിൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജ്യൂസിയാണ് ശരിക്കും. ഇത് ഒരു ജ്യൂസി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഒലിക്കണ പോലെയാണ്. പക്ഷെ ഇതിന്റെ എന്താ വെച്ചാൽ 8 കിലോ വരെ ഈ സാധനം വരലുണ്ട്. എനിക്ക് 4.5 കിലോന്റെ പഴം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഏകദേശം ഒരു 2-2.5 കിലോ 3 കിലോ പോലെ. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ തൈകളൊക്കെ നമ്മൾ കുറച്ച് മുതൽ കൊടുക്കാട്ടോ. ഇഷ്ടംപോലെ തൈകളാവും, വേറെ കിട്ടാനുണ്ട് നമുക്ക് കൊടുക്കാൻ. കുന്താണി പൈനാപ്പിൾ, ആദിവാസികൾ കണ്ടുപിടിച്ച പൈനാപ്പിൾ. ഇത് അതുണ്ടാവും, പൈനാപ്പിളൊക്കെ വരും. ഇത് സൈഡിൽ നിന്ന് ഒരു 4 പൈനാപ്പിൾ പൊട്ടും, മറ്റേ മുള്ളെന്നല്ല വരിക, ഇത് സൈഡിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതിപ്പോ ഒരു 1.5 അടിയേ ഉള്ളൂ. ഇതൊരു 1.5 അടി വരെ ഹൈറ്റ് വരും. നല്ല ടേസ്റ്റുള്ള നല്ലൊരു പൈനാപ്പിളാണ്. ഇതിന്റെ തൈകൾ കൊടുക്കാണ്ട്. റഷീദ് ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള തോട്ടത്തിലാണെന്നൊക്കെ പറയല്ലോ. കോട്ടേഴ്സിന്റെ മുകളിലുള്ള ടെറസിലുള്ള ലോങ്ങന്റെ ഏരിയ മാത്രമാണ്. ലോങ്കം മാത്രമാണ് ഇവിടെ മെയിൻ. വേറെ ഒന്നും ഇവിടെ ഈ ഏരിയയിൽ ലോങ്ങം മാത്രമേ ഉള്ളൂ. അതും പൂവിട്ടതും പൂവിടാൻ തയ്യാറായി നിൽക്കുന്നതും അങ്ങനെ ആയിട്ട് ഒരുപാട് ലോങ്ങൻ എല്ലാ വെറൈറ്റിയും പൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ടോ പിംപോങ് ആണോ. നമുക്ക് ലോങ്ങനൊക്കെ ഇപ്പൊ ഈ ഒരു ടെറസിന്റെ മുകളിൽ എത്രത്തോളം ഉണ്ടായിരിക്കും ക്വാണ്ടിറ്റി? ഇവിടെ ഏകദേശം 2000ന്റെ മുകളിൽ തൈകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോങ്കൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഴ്സറി കൂടിയാണ് കേട്ടോ നമ്മുടെ റഷീദ് ഖാന്റെ. കാരണം ലോങ്കൻ തൈകൾ ഇവരെന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട്. അല്ല ഏകദേശം നമ്മളൊരു മാസം ഒരു 1000-ഓളം തൈകൾ നമ്മളിവിടെ പുറത്തിറക്കുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അല്ല, 1000-ഓളം തൈകൾ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതില് 28-ഓളം വെറൈറ്റി ലോങ്ങൻ ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യണതാണ്. ഇവിടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. രഞ്ജിത്ത് ചോദിച്ച പോലെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ കൊടുക്കാഞ്ഞാലേ ആളുകൾക്ക് ഒരു ഇത് വരില്ല, നമ്മളൊരു കടമ്പെടുത്തുള്ള ആളാണെന്നൊക്കെ തോന്നിപ്പോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഓഫർ ലോങ്ങിൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ വീടിൻ്റെ അവിടെയുള്ള, അതിലും കുറച്ച് ചെയ്യാണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കി ചെയ്താൽ മതി. എന്തായാലും പിന്നെ കായ പിടിച്ച ലോങ്ങനുകളൊക്കെ വൈറ്റൊക്കെ നല്ല നല്ല ലോങ്ങനുകളൊക്കെ ഒരു 1500 രൂപക്ക് കൊടുത്തതിൻ്റെ ലോങ്ങനൊക്കെ ഉണ്ട് വൈറ്റ്. നമ്മളവിടെ കാണിക്കാം. അതൊക്കെ 1000 രൂപയ്ക്ക് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ വൈറ്റ് ലോങ്ങന്, 4 സീസൺ ലോങ്ങൻ, പിംപോങ്, ഈ വെറൈറ്റികളൊക്കെ നമുക്ക് ഒരു 10 ദിവസത്തിന് അല്ലേ, 10 ദിവസത്തിന്. എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണു, അത് കഴിഞ്ഞ് 10 ഡേറ്റ് ഈ ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ. ആ ഒരു സമയത്ത് നമുക്കൊരു പിന്നെ വൈറ്റ്, റൂബി, പിംപോങ് ഈ സാധനങ്ങളൊക്കെ, അത് റൂബി അല്ല, റൂബിക്ക് വില ഒന്നുകൂടെ കുറക്കാം. കാരണം വില കുറയ്ക്കാന്നാണ് കേട്ടോ, കൂട്ടാന്നല്ല. ഓക്കെ. അപ്പോൾ നമ്മളൊരു 650 രൂപക്ക് 4 സീസണ് വൈറ്റ് എല്ലാം കൊടുക്കാം. ഇവിടെ കായിട്ട് പൂവുള്ള സാധനങ്ങൾ ഒരു 800 രൂപക്ക് കൊടുക്കാം. പിന്നെ 1500 കൊടുത്തതിന് പൂട്ട തൈകളുണ്ട് വൈറ്റൊക്കെ, അതൊക്കെ നമുക്കൊരു 1000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെയൊക്കെ നമ്മൾ അവിടെ വീഡിയോ നമുക്ക് സൈസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണോ എല്ലാ ലോങ്കലിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇതൊക്കെ ഇതാണ്. ഇതുണ്ടോ, എനിക്ക് കാണിക്കാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ എന്താണ് ബ്ലാക്ക് ലീഫ് കണ്ടോ, വലിയ വലിയ തൈകളാണ് കണ്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് മരുന്ന് കൊടുക്കാണ്ട് അത് കായ്ക്കൂല. ഇതിന് കൾട്ടാർ പോലത്തെ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, മാവിന് കൊടുക്കുന്ന കൾട്ടാർ പോലത്തെ കൊടുത്താലേ ഈ ഐറ്റങ്ങൾ കായ്ക്കണുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ വൈറ്റ് ലോങ്ങനെ, അതേപോലെ ഡബിൾ ലോങ്ങനെ, എഡോസ്റ്റാർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ
നമ്മളൊന്നും ചെയ്യണ്ട, സാധാ അത്യാവശ്യം കൊടുത്താൽ മതി, വെയിൽ മതി, എല്ലാം കായ്ക്കും, എല്ലാ ലോങ്ങനും കായ്ക്കും. ഞാൻ ഇതിനാണ് മരുന്ന് കൊടുക്കാണ്ട് ഇത് കായ്ക്കണില്ല എന്ന് പറഞ്ഞാൽ കായ്ക്കണില്ല, നമ്മൾ അത്രയും നോക്കിയതാണ്. എല്ലാ പരീക്ഷണങ്ങളും ഏകദേശം നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ അതൊക്കെ നമ്മൾ കൊടുത്തു നോക്കണ്ട്, പൂവിങ്ങിനും ഇതിനൊക്കെ ഉള്ള, പക്ഷെ അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ ഒരു മെഡിസിൻ ഒരുപാടുണ്ട്, പക്ഷെ അതൊക്കെ ചെയ്താലെന്താ വെച്ചാൽ ആ ചെയ്യുന്ന വർഷം കായ്ക്കുന്നല്ലാതെ പിറ്റത്തെ വർഷം കായ്ച്ചോളന്നില്ല. പിന്നെ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ മരത്തിനെ അങ്ങനെ ഇത്രയും സാധനങ്ങൾ പെട്ടെന്ന് കായ്ക്കണ്ടായി പിന്നെ അതന്നെ വേണം നമുക്ക് നിർബന്ധിച്ച് ചെയ്യേണ്ട ആവശ്യം. ഇതിനും ചെറു തൈകളിൽ തന്നെ കായോട് കൂടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞാൽ ബ്ലാക്ക് ലീഫിന്റെ ഒക്കെ നല്ല തൈകളെ കാണിച്ചതാ. ആവശ്യക്കാർക്ക് നമുക്ക് ബ്ലാക്ക് ലീഫ് കൊടുക്കാം. ഇവിടെ ഉണ്ട് തൈകൾ, ഇതിലുള്ള ഈ തൈകളൊക്കെ ബ്ലാക്ക് ലീഫാണ്, വലിയ വലിയ തൈകളുണ്ട് കണ്ടോ. ഇതൊക്കെ ബ്ലാക്ക് ലീഫിൻ്റെ തൈകളാണ് കണ്ടോ, നല്ല ബുഷായിട്ടുള്ള നല്ല തൈകൾ. ഇത് നമ്മൾ കൊടുക്കുന്നത് 600 രൂപ ആയിട്ടാണ്. ഇവിടെ വൈറ്റ് ആണോ ഇത് ഇരിക്കുന്നതൊക്കെ? അതൊക്കെ വൈറ്റ്, അതോ എന്തെങ്കിലുമൊക്കെ പൂട്ടത്. ഈ പൂട്ടൊക്കെ നമുക്കൊരു 750 രൂപ ഈ പൂട്ട് കൊടുക്കാം. 800 കുറച്ചല്ലേ? 750 രൂപ ഈ പൂവുള്ളത് കൊടുക്കാം. അതുകൊണ്ട് അതൊക്കെ വൈറ്റാണ്. ഇത് ആളുകൾ വരുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കാൻ പറ്റുന്ന ലോങ്ങിന് എല്ലാ വെറൈറ്റീസും. ഇതുണ്ടോ, ഇത് എഡോസ്റ്റാറാണ് കണ്ടോ, പൂട്ട് കണ്ടോ, ഇത്ര ചെറുതാൾ കണ്ടോ, ഇതാണ് ചെടി കണ്ടോ, ഇതാണ് ഈ പൂട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഡബിൾ ലോങ്ങനാണ് കണ്ടോ, ഇത്രയേ ഉള്ളൂ കണ്ടോ പൂട്ട്. ഇതാ കായ പിടിച്ചുകൊണ്ട് കൊടുക്കണോ കണ്ടോ, ഡബിൾ ലോങ്ങൻ. ഇതാണ് ഞാൻ പറയുന്ന ഡബിൾ ലോങ്ങൻ കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിസൾട്ട് അല്ലേ? അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതാണ് എഡോസ്റ്റാർ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കൊമേഴ്സ്യലായിട്ട് ഇതിൻ്റെ ഞാൻ വലിയ തൈകൾ എൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. അത് ചെറുതിൽ കായ്ക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുതിൻ്റെ അടുത്ത് വന്നിരുന്നത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ എല്ലാം നല്ല ബുഷായിട്ട് ഫുൾ കായോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി ബുഷായിട്ടുള്ള നല്ല മരങ്ങളുണ്ട്, നമുക്ക് കാണിക്കട്ടോ, അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമ്മളെ വൈറ്റ് ലോങ്ങിൻ്റെ മദർ പ്ലാന്റ് സംഭവം അടിപൊളിയാണല്ലോ, ഫുള്ള് ഒറ്റ മരമാണത്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള മരാ? ഇതൊരു 4 വർഷമൊക്കെ പഴക്കമുള്ളൂ. എല്ലാ ഭാഗത്തും പോയിട്ടുണ്ടല്ലേ, കായ ഉണ്ടതാ, നിറയെ കായ പിടിച്ചിരുന്നു. എന്താ ഇവിടെയൊക്കെ കായ ഉണ്ട്. ഇതുമെന്നാണ് നമ്മുടെ തൈകള് അതെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഒരു 5-8 മരം ഉണ്ട് ഇതേപോലത്തെ വലിയ കായ പിടിക്കില്ലാണ്ടോ, അതിലൊക്കെ നോക്ക്. ആ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല ക്വാണ്ടിറ്റിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലോങ്ങിന് എത്ര വേണോ, ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് വേണോ, 100 പീസ് വേണോ, 1000 പീസ് വേണോ, എത്ര വേണമെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഈ നിൽക്കുന്നതൊക്കെ ഒരു ടെറസിൻ്റെ കോട്ടേഴ്സിൻ്റെ മുകളിലുള്ള ലോങ്കൻ തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഇതെന്താ വെച്ചാൽ കുറച്ച് കായ്ക്കാൻ വൈകും. ഇതാണ് ഡയമണ്ട് റിവർ. ഓക്കെ. പിന്നെ ഇതിലെല്ലാം ഉണ്ട്. ഇത് ചൈനീസ്, ഇത് വൈറ്റ്, ഡബിൾ ലോങ്ങിന്, ഷോഗണ്, പിന്നെ 4 സീസണ്, പിന്നെ ബ്ലാക്ക് ലീഫ്, എല്ലാ വെറൈറ്റീസും ഇവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം എല്ലാ സാധനം ഇത് കണ്ടില്ല. ഇത്രയും ഇതിപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ടുണ്ടോ, അല്ലെങ്കിൽ മൊത്തം വീഡിയോ ചെയ്യാനും. ലോങ്ങിൻ്റെ എത്ര വെറൈറ്റീസ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നുണ്ട്? 26 വെറൈറ്റി ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എല്ലാവിധ ലോങ്ങൻ തൈകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതും റിസൾട്ട് എത്തിയത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ലോങ്ങൻ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതാണ് 4 സീസൺ ലോങ്ങൻ. റിസൾട്ട് എത്തിയ തൈകൾ തന്നെയാണ്. ഇത് വലിയ വലിയ തൈകളാണ്. ഓക്കെ. ഇതൊക്കെ ഒരു വലിയ തൈകളാട്ടോ. ഇത് 2200 ആ റേഞ്ചിൽ കൊടുക്കുന്ന തൈകളാണ്. ഇഷ്ടംപോലെ ഉണ്ട്. ഇതാകണം കായ്, പൂവ് എല്ലാം ഉള്ള സാധനങ്ങളാണ്. പിന്നെ എല്ലാതുണ്ട്. ഇതാകണം ഇപ്പോൾ അതാണ് നമുക്ക് ഏകദേശം കാണിക്കുക. ഇതൊക്കെ വൈറ്റിൻ്റെ കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്, പൂവുള്ളതാണ്. ഈ തൈക്കൊക്കെ എങ്ങനെ? ഇത് നമുക്ക് ഒരു 900 രൂപ കൊടുക്കാം. 900 രൂപയ്ക്ക് കൊടുക്കല്ലേ? ഇത്രയും സൈസുകളാണ്. പിന്നെ ഏതുണ്ട്, എല്ലാനും ഉണ്ട് ഇവിടെ. 28 വെറൈറ്റീസോളം ലോങ്ങൻ തന്നെ. അതിൽ ഏകദേശം എല്ലാ വെറൈറ്റിയിലും കായ്ച്ചതും ഉണ്ട് ഇവിടെ. ഇതാണ് റൂബി ബ്ലാക്ക്. ലോങ്കലിലെ ബ്ലാക്ക് വെറൈറ്റി അല്ലേ? ബ്ലാക്ക് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനാണ്. മറ്റിന് പേരിലെ ബ്ലാക്ക് ലീഫ് ഉള്ളൂ. ഇത് ശരിക്കും ബ്ലാക്ക് ആയിട്ട് വരുന്ന ഇതാണ്. ഇതിൽ ഒന്നും കൂടെ ബ്ലാക്ക് ആയിട്ട് വരുന്നു. ഇത് സാധാ റൂബിന്റെ അടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കളറ് എത്ര കണ്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ എന്താ രണ്ട് കളറിൽ കാണുന്നത്? വെയിലടിക്കാത്ത എന്താ തോന്നണല്ലേ? ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണം. വെയിലടിക്കാത്ത സ്ഥലമാണ്. അതാണ്
ഇത് വെയിൽ അടിക്കുന്നിടത്തോളം ഡാർക്ക് ആയി വരാം. പക്ഷെ അതിന് വേണ്ടി റൂബി ലോങ് അല്ലേ, വെയിൽ അടിക്കുന്നിടത്തോളം ലൈറ്റ് കളർ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ. ഫ്രൂട്ട് എങ്ങനെയാ വരുന്നത്? ഫ്രൂട്ട് നല്ല ഡാർക്കാണ്. അതിന്റെ ഫോട്ടോ ഇവിടെ കായ്ച്ചിട്ടില്ല, കായ്ക്കണത് തന്നെയാണ്, കായ്ക്കണതാണ്. ഇതാണ് ജയന്റ് പർപ്പിൾ മൊട്ടാവ. നമ്മളിവിടെ റിസൾട്ട് വന്നൊരു ഐറ്റം കൂടിയാണ്, വന്നതുമാണ്. ഭയങ്കര കായപിടുത്തമാണ്. അതേപോലെ തന്നെ ശരിക്ക് സോഫ്റ്റ് സ്കിൻ മൊട്ടാവ ഉണ്ടല്ലോ, അതാണ് സൈസ് കൂടുതൽ. പക്ഷെ അതിനെക്കാട്ടി തിന്നാൻ കഴിക്കാൻ ടേസ്റ്റും അത്ര വലുപ്പമില്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലഷും കിട്ടുന്നത് രണ്ടാമതൊരു വെറൈറ്റി തന്നെയാണ്. മട്ട വെക്കണമെങ്കിൽ ഒന്നുകിൽ സോഫ്റ്റ് സ്കിൻ വെക്കുക, അല്ലെങ്കിൽ ജയന്റ് പർപ്പിൾ വെക്കുക. അതിന് താഴെയൊന്നും വെക്കാണ്ടൊക്കെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റെയിൻബോ ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് ചെറിയൊരു പഴമാണ്, ഫ്ലഷും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ റെയിൻബോ ആണ് മട്ടവ. ഇതൊക്കെ വെറുതെ തന്നെ. ശരിക്കും പറഞ്ഞാൽ കായ് കിട്ടിയിട്ടും കാര്യമില്ല. ഒരു ചെറിയ ഉള്ളിൽ ഇത്തിരി ഫ്ലഷും ഉണ്ടാവും. തീരെ ഒരു ജ്യൂസി ടൈപ്പ് അല്ലേനും, ഒരു ഡ്രൈ ആയിട്ട് കിട്ടും. മരത്തിന്റെ കാലപ്പഴക്കം എത്രയാണ്? ഇതൊക്കെ 3 വർഷമായിട്ടുള്ളൂ. രണ്ടാമത്തെ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങി. മാവുകൾ ഇഷ്ടംപോലെ വലിയ പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇത് മറ്റേതാണ്, മറ്റേ ഹിമാപ്രസന്താണ്. ഇതാണോ അടിപൊളി കാട്ടിമോനുണ്ടോ കാഴ്ചക്ക് കണ്ടോ. ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ മാങ്ങണ്ട് കേട്ടോ. അതൊക്കെ ഇതുണ്ടോ, ഇത് ബനാന മാങ്കോ ആണ്. ഇതുണ്ടോ അത്രയും ഹൈറ്റുള്ള 10 അടി 12 അടിയൊക്കെ പൊക്കമുള്ള വലിയ വലിയ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് നല്ല റേറ്റിൽ, അതായത് നല്ല റേറ്റ് തന്നെ കൂട്ടി കൊടുക്കുന്നില്ല, കുറച്ചിട്ട് തന്നെ കൊടുക്കാം. ബനാൻ്റെ ഒക്കെ ഉണ്ടോ വലിയ വലിയ തൈകൾ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഒരു 2000 രൂപ കൊടുക്കുക. അത് എത്ര അടി ഉണ്ട്? 14 അടിയൊക്കെ ഉണ്ടാവും. 14 അടി ഉണ്ടാവും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ പിന്നെ കുറച്ചുകൂടി മാവുണ്ട് അവിടെ വരി കാണിക്കാം. ഇതുണ്ടോ, ഇതൊക്കെ സിന്ദൂര മാവാണ്. ഇതിൽ കുറേ കായ്ച്ചത് പെറുക്കിയെടുത്തതാണ്. കണ്ടോ കണ്ടോ, എത്രയും വലുത്. എത്ര ഇതൊരു 8 അടിൻ്റെ മുകളിലില്ലേ, 8 അടി 9 അടി ഉള്ളതാണ്. ഇത് ഫുള്ള് മറ്റേ സിന്ദൂര മാങ്ങയാണ്. ഇതൊക്കെ നമുക്കൊരു 750 രൂപ ആയിട്ട് കൊടുക്കാം. ഇത്ര വലിയ സൈസുള്ള നമ്മളെന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കൂടെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൊടുത്ത് ഇതാക്കുകയാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട്. നമുക്ക് ഷിപ്പിങ്ങും പോസിബിൾ ആണ്. എത്തിച്ചു കൊടുക്കുക. അധികം എത്തിക്കും. പിന്നെ ഉള്ള സമയത്തുള്ളത് പെട്ടെന്ന് നാളെ മറ്റന്നാളെ എന്നുള്ളതിൽ എത്തിക്കൂല. ആ ഭാഗത്തുകൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കും. എല്ലാ ഭാഗത്തും. ഇന്നലെ കൊടുങ്ങല്ലൂർ പോയി വന്നതാണ്. അത് അത്യാവശ്യം വണ്ടി ലോഡ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, അതിൽ തന്നെ ഫുള്ളായതുകൊണ്ട്. അപ്പോൾ അതേപോലെ ഇനി കാസർഗോഡ്, തിരുവനന്തപുരമൊക്കെ നമ്മൾ അടുത്ത് തന്നെ വൈകാതെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജബോട്ടിക്കാവിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ എത്തി. ഇതുണ്ടോ ജബോട്ടിക്കാവ് ഉണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഉണ്ടോ, എൻ്റെ ഹൈറ്റുള്ളതാണ്. ഉണ്ടല്ലേ. നമുക്ക് ജബോട്ടിക്കാവയിൽ എന്തെങ്കിലും ഓഫർ ഇടാൻ പറ്റുമോ? ജബോട്ടിക്കാവ ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതിൽ കണ്ടോ, ഇതാ കൊടുക്കുക. കണ്ടോ കാഴ്ച നിൽക്കുന്ന പ്ലാന്റിന്. ഇതൊക്കെ നമ്മളൊരു ഓഫർ ലെവലിൽ വലിയ പ്ലാന്റാണ്. ഇതൊക്കെ ഒരു 2200 രൂപ കൊടുക്കാം. അതായത് 1500 മുതൽ എൻ്റെ അടുത്ത് കാഴ്ച തൈകളുണ്ട്. ഓക്കെ. അത് തീർന്നത് വരെ ഉണ്ടാവും. പിന്നെ 2000 രൂപേൻ്റെ തൈയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150-200 തൈയുണ്ട്. അത് തീർന്ന വരെ നമ്മൾ കൊടുക്കും. കൊടുക്കും. പിന്നെ അതേപോലെ ഇത് വലിയ എസാൽക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കണ്ടോ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. ഇതുണ്ടോ എസാൽക്കാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കാഴ്ച മരങ്ങൾ തന്നെ ഉണ്ടോ. നമുക്ക് കൊണ്ട് കണ്ടോ, കണ്ടില്ലേ, ഇതാ പൂവ് കണ്ടോ, ഇതുണ്ടോ താഴെക്കതാ പൂവ്. എസാൽക്ക് എന്ന വെറൈറ്റിയാണ്. നല്ല കായ്പിടുത്തുള്ളൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ പൂവാണ്, എന്തായാലും ഇപ്പോൾ കായ് വരും. ഇതെത്ര ഉണ്ട് കണ്ടോ, ഒരു 10 അടി ഹൈറ്റ് എന്തായാലും ഉണ്ട്. ഈ 10 അടിയുള്ള ഇത്രയും ഉള്ള ഹൈറ്റുള്ള ഈ വെറൈറ്റി സാധനങ്ങൾ നമുക്കൊരു 7000 രൂപ കൊടുക്കാം പൂവോടെ കൂടെ. ഇത് ശരിക്കും കഴിഞ്ഞ വർഷം കൊടുത്തിന് 15000 രൂപ കൊടുത്തിന് സാധനമാണ്. നേർപകുതിയിലേക്ക്, നേർപകുതി 7000 രൂപ ഇത്രയും വലുത്. ഇത് ഏകദേശം ഒരു 6-7 വർഷം പഴക്കമുള്ള മരങ്ങളാണ്. അപ്പോൾ അതിൽ റെഡ് ഹൈബ്രിഡ് ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്, എല്ലാ വെറൈറ്റീസും ഉണ്ട് അതിൽ കേട്ടോ. ഇതാണ് അത് ഗ്രീൻ കിസ്റ്റൽ ഉണ്ടോ, ഇവിടെ നോക്കി, ഗ്രീൻ കിസ്റ്റൽ. ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടില്ല കണ്ടോ. ഇതാണ് കുറച്ചൊരു വില വരുന്ന സാധനം. എന്നിരുന്നാലും നമുക്ക് ഇതൊരു 7500 ഇത് കൊടുക്കാം. ഇത് ഗ്രീൻ ക്രിസ്റ്റൽ നല്ല, ഇത് പഴുത്ത് കളർ മാറൂല, പച്ചയിൽ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇതുണ്ടോ, ഇതുണ്ടോ, ഇതൊരു പുതിയ വെറൈറ്റിയാ. ഇതുണ്ടോ കൊല കുത്തി കായ്ക്കണ്ടത്. അതിന്റെ പൂ വരുന്നുണ്ടോ, അതൊക്കെ തള്ളിയിട്ടാണല്ലോ. അതെ, നമ്മുടെ സാധാ പൂ നിൽക്കണ പോലെ അല്ല. വെറൈറ്റി ഇത് പിന്നെ ഒരുപാടുണ്ട്. അക്കുപ്പലിസ്ഥാൻ എന്താ പറഞ്ഞ വെറൈറ്റിയാണ്. ഈ സാധനമൊക്കെ നമുക്ക് ഇതുണ്ടോ, ഇതൊക്കെ ശരിക്കും 15000 രൂപ പറഞ്ഞാലും വാങ്ങാൻ ആളെ കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോണത്
ഒരു 9,000 രൂപക്കാണ് ഇത്രയും വലിയ പ്ലാന്റ്. ഏകദേശം 10 അടി 12 അടി ഒരു 8 വർഷം 9 വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഇത് ജബോട്ടിക്കാവിൽ വേറൊരു വെറൈറ്റി ആണോ തോന്നണോ ഈ ചട്ടിയിലിരിക്കുന്നത്? അത് സബാറയാണ്. സബാറ. പിന്നെ ഇവിടെ ഉണ്ട് ജബോട്ടിക്ക വെറൈറ്റി. ഇതാണ് ബ്ലൂ ജബോട്ടിക്കാവ. ബ്ലൂ ജബോട്ടിക്ക അല്ലേ? ഇത് കായ്ച്ചില്ല, ഏകദേശം കായ്ക്കാറായ തൈകളാണ്. പിന്നെ ഇതിപ്പോൾ ആവശ്യക്കാർക്ക് അതിനനുസരിച്ചൊരു വിലക്ക് നമ്മൾ കൊടുക്കുക. ഇഷ്ടംപോലെ ഉണ്ട് ബ്ലൂ ജബോട്ടിക്ക. കുറേ ആളുകൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തൈകളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ പോലെ ഗ്രീൻ ക്രിസ്റ്റലിൻ്റെ ഇതുണ്ടോ, ചെറിയ തൈകളുണ്ട്. ചെറുതല്ല, കായ്ക്കാറായ തൈകൾ തന്നെ. എന്നെക്കാട്ടി ഒരു അടി ഹൈറ്റ് കൂടുതലാണ്. ഇത് നമുക്കൊരു 3,500 രൂപ കൊടുക്കാം. ആ റേറ്റ് വരുള്ളൂ അല്ലേ? ഇത് പുതിയ വെറൈറ്റികളാട്ടോ. ഇതുണ്ടോ, ഇത് റെഡ് ഹൈബ്രിഡ് കണ്ടോ? ഫ്രൂട്ടോട് കൂടെ തന്നെ വലിയത്, ഫ്രൂട്ടോടുള്ള വലിയ തൈകൾ, അതായത് 5 വർഷം 6 വർഷം പഴക്കമുള്ള തൈകൾ നമുക്ക് ഒരു ഓഫറിൽ ഒരു 15-20 മരം ഉണ്ടാവും എൻ്റെ അടുത്ത് വലിയത്. അത് നമുക്കൊരു ഓഫറിൽ റെഡ് ഹൈബ്രിഡ് എസ്കാലറ്റും അതിലും കുറയും. റെഡ് ഹൈബ്രിഡ് ഏകദേശം ഒരു 5,500 നമുക്ക് കൊടുക്കാൻ പോകണം. 6 വർഷം 7 വർഷം പഴക്കമുള്ള മരങ്ങൾ. അതൊരു ഓഫറിൽ കുറച്ച് ദിവസമേ കൊടുക്കുള്ളൂ. അത് തീരുന്ന വരെ ഉണ്ടാവും. തൈകൾ കേട്ടോ, ഈ ഒരു ഐറ്റം സൈസ് അത്യാവശ്യം പൂട്ട് നിൽക്കണ. ഇതിന്റെ കടവണ്ണം കണ്ടോ, ഒത്തിരി സൈസ് ഉള്ളതാണ്. ഇതൊക്കെ താഴെ പൂവാണ് കണ്ടോ. അതിലൊരുപാട് തൈകൾ ഇങ്ങനെ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഒരു 20 മരം ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ റേറ്റിൽ. പിന്നത്തെ റേറ്റ് ചിലപ്പോൾ 6-7 ഒക്കെ ആവാം. ഇപ്പോഴത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഓഫർ റേറ്റ്.